നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്തുൽ ഖലം, തബാറക സൂറത്ത് കഴിഞ്ഞ ഉടനെയുള്ള സൂറത്താണ് സൂറത്തുൽ ഖലം. ചെറിയൊരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് അല്പാൽപം എടുക്കാം. 10 മിനിറ്റ് ചെറിയ രൂപത്തിൽ നമുക്ക് പറയാം. അള്ളാഹു ഈ മാസത്തിന്റെയും ഈ സമയത്തിന്റെയൊക്കെ ഹഖ് നമ്മുടെ പഠനങ്ങളിലും ക്ലാസ്സുകളിലൊക്കെ വലിയ ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതെല്ലാം കാരണം നാളെ ആഖിറത്തിൽ അള്ളാഹു നമ്മെ ഖുർആനിന്റെ ശഫാഅത്ത് കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കണ്ടില്ലേ, തബാറക്ക് കഴിഞ്ഞ ഉടനെയുള്ള സൂറത്ത്. അതിന്റെ പേജ് നമ്പർ എത്രയാ? ഓ 564 564 564. ഞാൻ ജലാലൈനി കിതാബാണ് എടുത്തത്. ജലാലൈനി ഓതുന്നവര് ആ കിതാബ് നോക്കണം. അവർക്കുള്ള ജലാലൈനി ക്ലാസ്സും കൂടിയാണ്. ജലാലൈനി അടക്കം ആണ് വായിക്കുക. നമുക്ക് ആരംഭിക്കാം അല്ലെ. സൂറത്തുൽ ഖലം 68ാമത്തെ സൂറത്താണ്. 114 സൂറത്തുകളാണല്ലോ ഉള്ളത്. ഇതിൽ 68ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഖലം. സൂറത്തു നൂന് എന്നും പറയും. മക്കയിലുള്ള സമയത്ത് ഇറങ്ങിയതാണ്, അഥവാ ഹിജറ പോകുന്നതിന് മുമ്പ്. അതുകൊണ്ട് മക്കിയത്താണ്. ആകെ ആയാത്തു ഹസ്നത്താനി വ ഹംസൂന ആയത്തൻ, 52 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട്, ആ പേരിന്റെ ബറക്കത്തെടുത്തുകൊണ്ട് ഞാൻ ഈ സൂറത്ത് ആരംഭിക്കുന്നു. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. റഹ്മത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഇന്നലെ മഗ്‌രിബിന് ശേഷമുള്ള ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഒന്നാമത്തെ ആയത്തായിട്ട് നൂൻ, അത് പ്രത്യേകമായ അർത്ഥങ്ങൾ നമുക്ക് പറയാൻ കഴിയൂല. അറബി അക്ഷരമാലയിലെ ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫാണ്. അഹദു ഹുറൂഫിൽ ഹിജായി നൂൻ. അതിന്റെ മുറാദ് അല്ലാഹു അഅലം. എന്താണോ അവൻ ലക്ഷ്യം വെച്ചത് അറിയൂല. അലിഫ് ലാം മീം പോലെ, ത്വാസീൻ മീം പോലെ, യാസീൻ പോലെ, പിന്നെ ഉലമാ ചില നിഗമനങ്ങൾ, അഭിപ്രായങ്ങൾ അവർ പറഞ്ഞത് കാണാം. ഏതായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുറാദ് എന്താണ് എന്ന് അറിയൂല. സൂറത്തിന്റെ പേരാണ്, ഖുർആനിന്റെ പേരാണ് എന്നൊക്കെ കാണാം. ഓതുമ്പോ എങ്ങനെ ഓതണം അതൊക്കെ ഏതായാലും പറയണല്ലോ. നൂൻ ഓതുമ്പോ നൂനിനെ നീട്ടണം. 3 അലിഫ് നീട്ടണം. 3 അലിഫ് 2 അക്ഷരം നീട്ടണം. 6 ഹർക്കത്ത്. 2 ഹർക്കത്താണ്. 2 ഫത്ഹ് എത്രയാണോ വരിക അതാണ് 1 അലിഫ്. അപ്പൊ 3 അലിഫാകുമ്പോ 6 ഹർക്കത്ത് നീട്ടണം. അപ്പൊ എങ്ങനെ ഓതരുത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നൂൻ വൽ ഖലമി ഇങ്ങനെ ഓതാൻ പാടില്ല. ഇത് മദ് ലാസിമാണ്. മദ് ലാസിം, മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന്. നൂൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മദ്ദക്ഷരം ഉണ്ട്. അത് ഈ എഴുത്തിൽ കാണൂല. അവിടെ അതിന്റെ പേരാണല്ലോ നൂന്. അപ്പൊ ആ വാവാണ് അവിടുത്തെ മദ്ദക്ഷരം. നൂൻ, വാവ്, ലമ്മിനെ നിർത്താനുള്ള വാവ്. ആ വാവിന് ശേഷം ഒരു സുക്കൂനാണ്, 2 സുക്കൂനുള്ള നൂന്. നൂൻ. അത് നിർത്തി ഓതുമ്പോഴുണ്ടാവും, കൂട്ടി ഓതുമ്പോഴും ഉണ്ടാവും. നിർത്തി ഓതുകയാണെങ്കിൽ നൂൻ, കൂട്ടി ഓതുകയാണെങ്കിൽ നൂൻ വൽ ഖലമി. എപ്പോഴും ആ സുക്കൂനാണ് ഉണ്ടാവും. അതാണ് സ്ഥിരമായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള മദ് ലാസിമാണ്. മദ് ലാസിമ 4 വിധമുണ്ട്. കലിമി മുസഖല്, കലിമി മുഖഫഫ്, ഹർഫി മുസഖല്, ഹർഫി മുഖഫഫ്. വേറൊന്നും പഠിച്ചില്ലെങ്കിലും വീട്ടിന്റെ അടുത്ത് കിട്ടണം. നമ്മൾ ഫാത്തിഹ സൂറത്തില് അവസാനത്തെ വലദ്ദാല്ലീൻ മദ് ലാസിമാണ്.
ഇയാളെടുത്ത് ഒഴിവായി പോവും. ഫാത്തിഹയാകൂല, പൂർണ്ണമാകൂല. വലദ്ദാലീൻ എങ്ങനെ ഓതണം? നീട്ടി ഓതണം. ചില ആൾ എങ്ങനെ ഓതും? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. തെറ്റാണ്, അത് തെറ്റാണ്. നീട്ടണം, മൂന്നലിപ്പ് നീട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ നിസ്കാരത്തിൽ ഓതുമ്പോ, മറ്റു സമയത്ത് ഓതുമ്പോ, ഹദ്ദാദിൽ ഓതുമ്പോ അറിയാതെ വലദ്ദാലീൻ ആമീൻ, അത് പ്രശ്നമാണ്. അപ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. മനസ്സിലായി? അങ്ങനെ നിർത്തേണ്ടതാണ്. അപ്പൊ അത് റെഡിയായല്ലോ. യാസീനും അങ്ങനെ തന്നെ. യാസീൻ നിർത്തണം. എങ്ങനെ ഓതല് രക്ഷ കിട്ടുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ യാസീൻ, സീനിനെ നിർത്തണം. അപ്പൊ ഒന്നുകൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ നൂൻ. മാഷാ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അടുത്ത ആയത്ത് വൽഖലമി വമാ യസ്തുറൂൻ. വൽഖലമി വമാ യസ്തുറൂൻ. വൽഖലമി, ഖലമ് തന്നെ സത്യം. വാവ് സത്യത്തിന്റെ വാവാണ്. നമുക്ക് അറിയാൻ പൊതുവെ പറയുന്നൊരു വാക്കില്ലേ, സത്യം ചെയ്യാൻ? വല്ലാഹി. വല്ലാഹി എന്ന് പറയുന്നില്ലേ, അതിന്റെ അർത്ഥം എന്താ? അള്ളാനെ ഞാൻ സത്യം ചെയ്യുന്നു. വല്ലാഹി ഞാൻ വല്ലാഹി, ആ വാവ് കസമിന്റെ വാവാണ്. പേന, പേന തന്നെ സത്യം. ഇതാരാ സത്യം ചെയ്യുന്നത്? നമ്മളാണോ? ഈ സത്യം ചെയ്യുന്ന ആരാ? അള്ളാഹു. അപ്പൊ അങ്ങനെ അർത്ഥം, അള്ളാഹ് പറയാണ് ഞാൻ സത്യം ചെയ്യുന്നു. വൽഖലം, ഞാൻ സത്യം ചെയ്യുന്നു. എന്ത് വെച്ചിട്ട് സത്യം ചെയ്യുന്നു? പേനയെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. പേന ചില്ലറക്കാരനല്ല. പേന ശരി, പേന ഉണ്ടാ? പേന ചില്ലറയല്ല. അതൊക്കെ ഒരുപാട് പറയണം. വൽഖലമി, സമയം ഏകദേശം ആവും ചെയ്തു. വൽഖലമി, പേന, പേനയെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു. ഏതാണ് ഈ പേന? ഉപയോഗിക്കുന്ന പെണ്ണാണോ? രണ്ടഭിപ്രായം. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആദ്യത്തെ പടപ്പ്, ആദ്യം പഠിച്ച ചില കാര്യങ്ങളുണ്ട്. ലൗഹ്, കലമ്, അർശ്, കുർസി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകൾ. ലൗഹ് അള്ളാഹുവിന്റെ പ്രത്യേകമായി, എന്തായാലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ലൗഹ്. ലൗഹിൽ എഴുതുക എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? പലക. ആ പലക നമ്മളെ മദ്രസയിലെ നോട്ടീസ് ബോർഡല്ല. ലോകത്ത് കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനുള്ളതുമായ സകല കാര്യങ്ങളും, എന്റെയും നിങ്ങളുടെയും ഓരോ മനുഷ്യരുടെയും കാര്യങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയതിനാണ് ലൗഹ് എന്ന് പറയാം. അപ്പൊ തന്നെ സംഭവമായിരിക്കും. അത് എഴുതാൻ ഉപയോഗിച്ച സാധനമാണ് കലം. ആ കലമാണ് ഈ കലം. ആ കലമിൽ, ആ ലൗഹിൽ, ആ ബോർഡ് നമുക്ക് പറയാം. ആ ബോർഡിൽ എഴുതാൻ ഉപയോഗിച്ച, അതാണ് കലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വൽ കലം. അതാണ് അവിടെ മഹാനായ ജലാലൈനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു, അല്ലദീ, എങ്ങനെയുള്ള കലം, ഖതബ ബിഹി, ആ കലം കൊണ്ട് എഴുതി, അൽ കാഇനാത്തി, ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും എഴുതി. ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹിൽ മഹ്ഫൂദിൽ ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി. അങ്ങനെയുള്ള കലമ് തന്നെ സത്യം. ഇതൊരു അഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായമാണ് എല്ലാ ആൽക്കലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിൻസാണ്, പേനയുടെ വർഗം. അപ്പൊ നമ്മളെ പെണ്ണെല്ലാം പെട്ട്, എല്ലാ പെന്നും, നമ്മളെ ഗീശയിലെ പെന്നും, ലോകത്ത് ആരൊക്കെ ഉപയോഗിക്കുന്ന പെണ്ണ്. അപ്പൊ പെണ്ണ് എന്നുള്ളത് ഒരു 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 ബഹുമാനിക്കപ്പെടുന്ന ഒരു സാധനമാണ്. ബഹുമാനം എന്ന് പറഞ്ഞാൽ കണ്ണാൽ എഴുന്നേറ്റിരിക്കണം എന്നല്ല, ഒരു എന്താ പറയാ, ഒരു ആദരിച്ച ഒരു സാധനം. ഖുർആൻ തന്നെ കലം, ആ പേനയെ സത്യം ചെയ്ത് പറഞ്ഞല്ലോ. സൂര്യനെ സത്യം ചെയ്തതുപോലെ, ഷംസിനെ സത്യം ചെയ്തതുപോലെ. സൂറത്തുൽ അലക്ക്, ഇറാ ഗുഹയിൽ തങ്ങൾ ഇരുന്നപ്പോ ആദ്യം എന്താ പറഞ്ഞ? ഇഖ്റ, ഓത്, വറബ്ബുക്കൽ അക്രം, അല്ലദീ അല്ലമ ബിൽ കലം, അല്ലെ?
അല്ലമൽ ഇൻസാന മാ ലം യഅലം അല്ലേ? അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച അള്ളാഹു. ആ പേന ഏത് പേനയാണ്? നമ്മളെ ലൗഹിൽ എഴുതിയ പേനയല്ല. ആ പേന ഈ രണ്ടാമത് പറഞ്ഞ പേനയാണ്, നമ്മളെ കീശയിലുള്ള പേന. പേന കൊണ്ട് പഠിപ്പിച്ച. അപ്പൊ പേന എന്നുള്ളത് ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്. നമ്മളെ നാവ് സംസാരിക്കാൻ അള്ളാഹു തന്നതുപോലെ പേന മറ്റുള്ളവരിലേക്ക്, നാവെന്തിന? നമ്മളിൽ ഉള്ള ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് എനിക്ക് ഈ നാവ്, നിങ്ങൾക്കുള്ള നാവ്, അല്ലേ? അതുപോലെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ആശയങ്ങളെ എത്തിക്കാനുള്ള ഒന്നാണ് പേന. ആയത്ത് എന്തെല്ലാം അതിനെക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അത് തന്നെ സ്വാഭിമാം എടുക്കുന്നുണ്ട്. അന്നൽ കലം നിഅമത്തുൻ കല്ലിസാൻ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവ്വലു മാ ഖലഖ അൽ കലം. അല്ലാഹ് ആദ്യം പടച്ചത് പേനയാണ്. സുമ്മ ഖാല ലഹു, പേനയോട് പറഞ്ഞു, ഉക്തുബ്, എഴുതുന്നു. ഖാല, അപ്പൊ പേന ചോദിച്ചു, മാ അക്തുബു, ഞാൻ എന്താ എഴുതുന്നത്? ഖാല ഉക്തുബു മാ കാന വമാ യകൂനു ഇലാ യൗമിൽ ഖിയാമ, ഉള്ളതും വരാനുള്ളതുമായ എല്ലാം എഴുതുന്നത്. മിൻ അമലിൻ ഔ അജലിൻ ഔ റിസ്ഖിൻ ഔ അഥരിൻ, എല്ലാം എഴുതാം. ഫദറൽ ഖലമു ബിമാ ഹുവ ഖാഇൻ ഇലാ യൗമിൽ ഖിയാമ, എല്ലാം എഴുതി. സുമ്മ ഖുതിമ ഫമുൽ ഖലം, പേനയുടെ പറഞ്ഞത് അഭിപ്രായത്തിന്റെ പേന, ആ പേനയുടെ വായയ്ക്ക് സീല് വെക്കപ്പെട്ടു. ഫലം യൻതിഖു വലാ യൻതിഖു ഇലാ യൗമിൽ ഖിയാമ, ഇനിയൊന്നും പറയാനില്ല, എല്ലാം എഴുതി കഴിഞ്ഞു. ആ ലൗഹിലെല്ലാം എഴുതി കഴിഞ്ഞു. ആ പേന എന്തുകൊണ്ടുണ്ടാക്കിയതാ? നമ്മളെ പാർക്കുന്ന പേന പോലെയല്ല, അത് അള്ളാഹുവിന്റെ നൂറ് കൊണ്ടുണ്ടാക്കിയ പേനയാണ്. വഹുവ മിൻ നൂർ, ഈ വൽഖലം എന്ന് പറഞ്ഞ ആ പേന. കമാ ബൈന സമാ തൂലുഹു കമാ, അതിന്റെ നീളം എത്രയാണ്? നമ്മളെ കീശക്ക് കണക്കാക്കിയുള്ള പോലെയല്ല, ആകാശ ഭൂമികൾക്കിടയിലുള്ള നീളം പോലെയാണ് അതിന്റെ നീളം. മാഷാ അല്ലാഹ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. ഏതായാലും നമുക്ക് നിർത്താം. വൽ ഖലമി വമാ യസ്തുറൂൻ ആണ്, അതും പറയാനല്ലേ. വമാ കലമ്, കലമിനെ ഞാൻ സത്യം ചെയ്യുന്നു. വമാ, ഒന്നിനെ. യസ്തുറൂൻ, മലായിക്കത്തുകൾ സത്തറ യസ്തുറു, സത്തറ എന്ന എഴുതുക. യസ്തുറൂൻ എന്ന അതാണ് ജലാലൈനെ എടുത്ത് അയ്യൻ മലായിക്കത്തു, മലക്കുകൾ എഴുതുന്ന ഒന്നോ, ആ ഒന്നേ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. ആ ഒന്നെന്താണ്? മിനൽ ഖൈരി വസ്സലാഹി, ഖൈറും സലാഹുമായ എന്തെല്ലാം മാന മസ്തരിയാക്കാം, അല്ലെ മൗസൂലിയാക്കാം. അമായസ്തുറൂൻ, അവര് സത്യം ചെയ്യുന്ന ഒന്ന്, അവരെഴുതുന്ന ഒന്നുകൊണ്ടും സത്യം ചെയ്ത് ഞാൻ പറയുന്നു. ഒരു കാര്യം സത്യം ചെയ്ത് പറയുമ്പോൾ പിന്നീട് വളരെ ഗൗരവമുള്ള വിഷയമായി. അതെന്താണ്? അത് നമുക്ക് നാളെ പറയാം. കലമിനെയും മലായിക്കത്ത് എഴുതുന്ന ഒന്നിനെയും സത്യം ചെയ്തിട്ട് അള്ളാഹു പറയാൻ എന്താണ് പറയുന്നത്? അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നാഫിയായ ഇൽമിനെ ഏറ്റിത്തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രസവനെ, നിന്റെ കലാമിനെ നിന്റെ പള്ളിയിൽ വെച്ച് ഈ സുബ്ഹിയുടെ നേരം ബുധനാഴ്ച ദിവസം ഞങ്ങൾ ആരംഭിച്ചു സൂറത്തുൽ ഖലം. ലൗഹും കലമും അർശും കുർസിയും നിന്റെ പടപ്പുകളെ, മഹാന്മാർ എഴുതി വെച്ച കിതാബുകൾ നോക്കി നാം ഒരൽപ്പം പറഞ്ഞു, നീ സ്വീകരിക്കണേ അല്ലാ. ഇത് തുടങ്ങിയതുപോലെ സന്തോഷത്തോടെ പൂർത്തീകരിക്കാൻ നീ അതിനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.